ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് ഒരു ദിവസം ആന്റണി കയറി വരുവാണ് കേട്ടോ. ആന്റണിയുടെ വരവ് കാണുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ ആരാണ്, എന്തിനാ ഇങ്ങോട്ട് വന്ന എന്നുള്ള കാര്യമൊക്കെ. പക്ഷെ ചന്ദ്രമതിയുടെ വാക്കൊന്നും കേൾക്കാതെ ആന്റണി ആണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് സോഫയിൽ ഇരിക്കുകയാണ്. അത് കണ്ട് ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താണ് എന്റെ വീട്ടിൽ വന്നിട്ട് അധികാരം കാണിക്കുന്നതെന്ന് ചന്ദ്ര ആന്റണി അടുത്ത് ചോദിക്കുകയാണെ. അധികാരം കാണിക്കാനുള്ള അവകാശം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. നിനക്ക് എന്ത് അവകാശം ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാന് നിങ്ങളുടെ മരുമകൾക്ക് പണം കടമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാണേ. അത് മേടിക്കാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ആന്റണി പറയുമ്പോ, ആര് എന്റെ മരുമകളാണോ നിന്റെ അടുത്ത് കടം മേടിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അതെ, നിങ്ങളുടെ മരുമകൾ തന്നെയാണ് എന്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപ പലിശയ്ക്ക് മേടിച്ചിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി വിചാരിക്കുന്നത് രേവതിയാണ് പണം മേടിച്ചത് എന്നുള്ള കാര്യമാണ്. ഈ പൂ കെട്ടുന്നവള് ഇവന്റെ കയ്യിൽ നിന്നും കടം മേടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിൽ നിൽക്കുന്ന രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണ്. നീ എന്താടി കുടുംബത്തിന്റെ മാനം കളയാനുള്ള പരിപാടിയാണോ, നീ ഒറ്റൊരുത്തി കാരണം പുറത്ത് തലകാട്ടി നടക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയായല്ലോ. ചന്ദ്രമതി പറയുന്നത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ എന്ത് ചെയ്തു എന്നാണ്, എന്താടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീ എന്റെ അടുത്ത് ഒച്ചയെടുക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ചന്ദ്ര. ഇവരുടെ ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ രവിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ എന്തിനാ ഇപ്പൊ രേവതിയുടെ അടുത്ത് ദേഷ്യം പിടിക്കണോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോഴേക്കും, അല്ലെങ്കിലും രവിയേട്ടനെ ഇവളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴേക്കും മൂക്ക് വേർക്കല്ലോ, അതുകൊണ്ട് ഓടിപ്പടിച്ച് വരികയും ചെയ്യുമല്ലോ. ഇവള് എപ്പോഴാണോ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് അതോടുകൂടി നമ്മുടെ കുടുംബത്തിന്റെ മാനം പോയി. രേവതി ഇപ്പോ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതിന് ചന്ദ്രൻ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത്, അവളല്ല, നിങ്ങളാണ് തെറ്റ് ചെയ്തത്. ശ്രുതിക്കും അതുപോലെ തന്നെ ശ്രീകാന്തിനും കിട്ടിയതുപോലെ 2 പണക്കാരി പെൺകുട്ടികളെ കിട്ടിയതുപോലെ തന്നെ സച്ചിക്കും ഒരു പണക്കാരിയാണ് നമ്മൾ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതെന്ന് വെച്ചാൽ ഒരിക്കലും ഈ അപമാനം നമ്മളെ തേടി വരില്ലായിരുന്നു. ഇങ്ങനെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നത് കൊണ്ടാണ് നമ്മുടെ കുടുംബമാനവും പോയി. ഈ കടക്കാരി കാരണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് രേവതി എങ്ങനെ കടക്കാരി എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കാനുണ്ട് ചന്ദ്ര. അത് കേട്ട രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയായി പറയുന്നത്, അമ്മ എന്തിനാ എന്നെ കടക്കാരി എന്ന് വിളിക്കുന്നത്, ഞാനതിനെ ആരുടെ കടം മേടിച്ചിട്ടില്ലല്ലോ, നീ എന്തിനാ എന്റെ അടുത്ത് ഒച്ചയെടുക്കുന്നത്, നിനക്ക് കടന്നെന്ന അവനുണ്ടല്ലോ അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ട്, അവന്റെ അടുത്ത് പോയിട്ട് നീ ഒച്ചയെടുക്ക്. ഇവൾ ആരെ കുറിച്ചിട്ടാണ് മോളെ പറയുന്നത് എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് രവി ചോദിക്കുന്ന സമയത്ത്, അറിയില്ല അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പുറത്തേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. പുറത്ത് ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ സോഫയിൽ ഇരിക്കുന്നത് ആന്റണി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് രേവതി അരികിലേക്ക് ചെന്നിട്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, വീട് കയറിയിട്ട് നീ പ്രശ്നം ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ. ഇത് കേട്ട ആന്റണി ആണെന്നുണ്ടെങ്കിൽ, ഇല്ല ചേച്ചി, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല എന്ന് പറയണേ. ആന്റണിയുടെ ആ ഒരു പഞ്ചഭാവം പോലത്തെ ഭാവം കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ, ഈ റൗഡി നമ്മുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് അവൻ എന്ത് ഇതായിരുന്നു എന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്, എന്നാ അവൻ രേവതിയുടെ അടുത്ത് പഞ്ചപാവം പോലെ സംസാരിക്കുന്നത് കേട്ടില്ലേ. രേവതിയാണെങ്കിൽ തിരിച്ച് അവന്റെ അടുത്ത് നന്നായിട്ട് ചൂടാവുന്നുണ്ടല്ലോ. ചന്ദ്രമതിക്ക് സംശയം ഉണ്ടെങ്കിലും രേവതിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എന്താടി അവനെ വിരട്ടുന്നത്, നിനക്ക് അവൻ കടം തന്നു എന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞത്, നീ കടം മേടിച്ചത് ഞാൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ മുമ്പിൽ ഷോ ഇറക്കുകയാണോ നീ. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ആന്റണിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് രേവതി, ഞാൻ എപ്പോഴാണ് നിന്റെ അടുത്ത് നിന്ന് കടം മേടിച്ചത് എന്നുള്ള കാര്യം. ആ കറക്റ്റ് സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി കയറി വരുന്നത്. അയ്യോ ചേച്ചി, ഞാൻ ഇവരുടെ മരുമകൾ കടം മേടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞോളൂ, അല്ലാതെ ചേച്ചിയാണ് മേടിച്ചെന്നുള്ള കാര്യം ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇവളല്ലെങ്കിൽ പിന്നെ നിന്റെ അടുത്ത് ആരെ കടം മേടിച്ചെന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്ന സമയത്ത്, ഞാൻ മരുമകളാണെന്നല്ലേ പറഞ്ഞോളൂ, അത് രേവതി ചേച്ചിയല്ല, ദാ ഈ നിൽക്കുന്ന ശ്രുതിയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ആന്റണി. അങ്ങനെ ഒരു കാര്യം പറഞ്ഞെങ്കിലും ചന്ദ്രമതി വിശ്വസിക്കുന്നില്ല കേട്ടോ. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്, ഇവള് നിന്റെ അടുത്ത് കടം മേടിച്ചു എന്നോ. അതെ, ഇവര് തന്നെയാണ് എന്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപ കടം മേടിച്ചെന്ന് ആന്റണി ഉറച്ചു പറയുന്നുണ്ട്. ഇത് കേട്ട് ശരിക്കും ചന്ദ്രമതിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. എങ്കിൽ അവൻ പറയുന്നതല്ലേ. ശ്രുതിയാണെങ്കിൽ എതിർത്തൊന്നും പറയുന്നുമില്ല. ചന്ദ്രമതിക്ക് ശരിക്കും ഒരു ഷോക്ക് അടിച്ചതുപോലെയാണ് കേട്ടോ നിൽക്കുന്നത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആന്റണിയെ വീട്ടിൽ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ആ ഒരു ഷോക്കിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സച്ചിയാണെന്നുണ്ടെങ്കിൽ ആന്റണിയെ കണ്ടോടനെ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എടാ, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്, ഇനി വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആന്റണിയുടെ നേരെ ചെല്ലുന്നുണ്ട് കേട്ടോ സച്ചി. ചുമ്മാ വീട്ടിൽ കയറി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാതെ ഇറങ്ങിപ്പോടാ എന്നുള്ള കാര്യം സച്ചി ആന്റണിയുടെ അടുത്ത് പറയുന്ന സമയത്ത്, ഞാൻ ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല സച്ചി, ഞാൻ 3 ലക്ഷം രൂപ ഈ ശ്രുതിക്ക് കടം കൊടുത്തിട്ടുണ്ട്, അത് തന്നു കഴിഞ്ഞ് ഞാൻ അങ്ങ് പൊക്കോളാം. തുടർന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അടുത്ത്, ശ്രുതി, നിന്റെ അച്ഛൻ നിനക്ക് പണം അയച്ചു തന്നല്ലേ, പിന്നെ നീ എന്തിനാ പോയിട്ട് ഇവരുടെ അടുത്തൊക്കെ പണം മേടിച്ചു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടതെന്നുള്ള കാര്യം അറിയാതെ ആകെ അങ്ങ് വിറച്ചിങ്ങനെ നിൽക്കുവാണേ. അത് ആന്റി, ഞാനല്ല കടം മേടിച്ചത്, ഞാൻ മീരയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്തതാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവളാണ് പണം മേടിച്ചതെങ്കിൽ പിന്നെ നിന്റെ വീട്ടിൽ വന്നിട്ട് എന്തിനാ ഇവൻ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ.
ആന്റണി എങ്ങാനും വാ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രുതിയുടെ കാര്യം പോക്കാണെന്നുള്ള കാര്യം ശ്രുതി ഇങ്ങനെ മനസ്സിൽ പേടിച്ചിങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട് ശ്രുതി എനിക്കൊരു 3 ലക്ഷം രൂപ തരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ശ്രുതിയാണെങ്കിൽ ചോദിക്കുന്നത് മീര കടം മേടിച്ചത് നീ എന്തിനാ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? അവളായിരിക്കുമല്ലോ എന്തായാലും സൈൻ ചെയ്തിട്ട് കടം മേടിച്ചിട്ടുണ്ടാവുക, അപ്പൊ അത് അവൾ തന്നെ കൊടുത്തോളൂ എന്നൊക്കെ പറയാനുണ്ട് ശ്രുതി. ഈ ശ്രുതി എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ചിന്തയിലാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത്. പക്ഷേ ശ്രുതിയുടെ ആ ഭാവവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. അന്ന് ഇതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ആരോ വന്ന് ചോദിച്ച സമയത്ത് നീ മീര മേടിച്ചു എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്? ഇപ്പോ ഈ ആള് വന്നിട്ട് പലിശക്കാരൻ വന്ന് ചോദിക്കുമ്പോഴും നീ മീരയുടെ പേര് തന്നെയാണല്ലോ പറയുന്നത്. സത്യം പറ ശ്രുതി, നീ തന്നെയാണോ മേടിച്ചതെന്നുള്ള കാര്യം ചന്ദ്ര വീണ്ടും ചോദിക്കുന്നുണ്ടേ. അന്ന് നീ പറഞ്ഞത് നിന്റെ അച്ഛൻ പണം അയച്ചു എന്നുള്ള കാര്യമല്ലേ, പക്ഷേ നീ പലിശയ്ക്ക് എടുത്തിട്ടായിരുന്നോ പണം ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്നത് കേൾക്കുമ്പോൾ സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴെങ്കിലും അമ്മ പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ശ്രുതിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ആന്റണിയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കോളൂ, ഞാൻ തന്നെ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പണം തന്നോളാം എന്ന് പറയണേ. അത്രയും നേരം പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരാതിരുന്ന നമ്മുടെ ശരത്താണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറി വരണം കേട്ടോ. ആ സമയത്ത് ശരത്തിനെ കണ്ട ഉടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല ശരത്ത് നീ എന്താ ഇവിടെ? ഇപ്പോഴും നീ ഇവന്റെ കൂട് വിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. എന്നാൽ രേവതി പറയുന്നതിനൊന്നും മറുപടി കൊടുക്കാതെ ചന്ദ്രയെ നോക്കിക്കൊണ്ട് ശരത്ത് പറയുന്നുണ്ട് കേട്ടോ, എന്റെ ചേച്ചി ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തോരം ചേച്ചിയെ അപമാനിക്കാറുണ്ട്. എന്നാൽ ഇപ്പൊ നിങ്ങളുടെ മലേഷ്യ മരുമകളും ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നതുപോലെ ഉണ്ടല്ലോ, അതും കളിയാക്കുന്ന രീതിയിലാണ് കേട്ടോ ചോദിക്കുന്നത്. ചന്ദ്രയുടെ അടുത്ത് അങ്ങനെയൊക്കെ ശരത്ത് പറയുന്നത് കേൾക്കുമ്പോഴേക്ക് രേവതി നീ ചുമ്മാതിരിക്കടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ചേച്ചി ചുമ്മാതിരിക്കെ അന്ന് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ മോഷ്ടാവാണെന്ന് പറഞ്ഞിട്ട് എന്തോരം അപമാനപ്പെടുത്തിയതാണ്, അതൊന്നും ഞാൻ ഇതുവരെ മറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയെ നോക്കുന്നുണ്ട് കേട്ടോ. അതേസമയം സച്ചു ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, രേവതിയെ എന്തോരം അപമാനിക്കുന്നതാണ്, ആ ചന്ദ്രമതിക്ക് ഇത് ആവശ്യമുള്ള കാര്യം തന്നെയാണ് എന്നുള്ള